ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. മഴക്കാലം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലിരിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്, സന്തോഷമാണ് അല്ലെ, നല്ലൊരു കാലാവസ്ഥയാണ്. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് വീട്ടിലായാലും വാഹനങ്ങളിലായാലും നമ്മൾ പല പ്രശ്നങ്ങളും നേരിടാറുണ്ട്. പ്രത്യേകിച്ച് തുരുമ്പ് വരിക, വാതിലിനൊക്കെ ടൈറ്റ് വരിക, സൗണ്ടുകൾ വരിക, ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ നഷ്ടപ്പെടാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല WD-40 മൾട്ടിപർപ്പസ് സ്മാർട്ട് സ്ട്രോ സ്പ്രേ. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിലും കാറ്, ബൈക്ക് എന്നിങ്ങനെയുള്ളതിന്റെ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. 2000-ൽ പരം പ്രോബ്ലംസിന് ഒറ്റ സൊല്യൂഷനാണ് WD-40. WD-40 സ്മാർട്ട് സ്ട്രോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 2 രീതിയിൽ നമുക്ക് ഈ ഒരു ബോട്ടിലിലെ സ്ട്രോ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ആദ്യത്തേത് നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊസിഷനിൽ തന്നെ ഒരു യെല്ലോ കളർ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിന്ന് വളരെ അടുത്തേക്ക് നമുക്ക് പ്രിസൈസ് ആയിട്ട് സ്പ്രേ ചെയ്യണമെങ്കിൽ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് വാതിലുകളിലെ വിജാഗിരി, കീ ഹോൾസ്, സോക്കറ്റ്സ് എന്നിങ്ങനെയോടത്തേക്ക് പ്രിസൈസ് ആയിട്ട് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കാം. മഴക്കാലത്ത് വരുന്ന ഈ ഒരു വാതിലിന്റെ ഇടയിലെ ശബ്ദത്തിന്റെ പ്രശ്നത്തിന് WD-40 നമുക്ക് ജസ്റ്റ് ആ ഒരു വിജാഗിരികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് അതൊന്ന് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ 2-3 തവണ ഒന്ന് വാതിൽ തുറന്നടച്ച് കഴിയുമ്പോൾ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അധികമായിട്ട് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു തുണി വെച്ച് അത് വൈപ്പ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും ആ ലോക്കിന്റെ പോർഷനിലും കീ വെക്കുന്ന ഭാഗത്തും WD-40 ഒന്ന് സ്പ്രേ ചെയ്ത് മാക്സിമം ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. എക്സസ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കളയുക. അതിനുശേഷം നമ്മുടെ കീ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഡോർ ലോക്ക് സെറ്റായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ തുടക്കമേ തന്നെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ യൂസ്, നമ്മുടെ വീട്ടിൽ വിൻഡോസോ അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഡോർസോ ഇങ്ങനെ ഉണ്ടെങ്കിൽ മഴക്കാലം വരുന്ന സമയത്ത് ഇതിലൊരു ടൈറ്റും കാര്യങ്ങളും വന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് മാറ്റാനായിട്ട് നമുക്ക് WD-40 സ്പ്രേ വിൻഡോയുടെ സ്ലൈഡറിൻ്റെ ഇടയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 3 മിനിറ്റ് അത് അവിടെ അങ്ങനെ വെക്കുക. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മളൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. പ്രൊഡക്റ്റ് എക്സസൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നൊരു തുണി ഉപയോഗിച്ച് വൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ തുരുമ്പും കാര്യങ്ങളും വരാതെ നല്ല സ്മൂത്ത് ആയിട്ട് സ്ലൈഡിംഗ് ഡോർ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. മഴക്കാലത്ത് വരുന്ന മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് സൈക്കിളോ അല്ലെങ്കിൽ ബൈക്കിലെ ചെയിനിൽ തുരുമ്പും കാര്യങ്ങളും വരാന്നുള്ളത്. തുരുമ്പ് വന്നു കഴിയുമ്പോൾ ഓടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് സൈക്കിൾ ചെയിനിൽ നമുക്ക് ഈ ഒരു WD-40 സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യാനായി പെഡലും ഒന്ന് തിരിച്ചു കൊടുത്തത് മുഴുവൻ സ്പ്രേ ചെയ്ത് 10 മുതൽ 15 മിനിറ്റ് വെച്ച ശേഷം നമ്മളതൊരു സ്റ്റീൽ ബ്രഷോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചോ നന്നായിട്ടൊന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. വൃത്തിയാക്കിയ ശേഷം വേണമെങ്കിൽ നമുക്കൊരു തുണി ഉപയോഗിച്ച് അത് മുഴുവനായിട്ടും തുടയ്ക്കാവുന്നതാണ്. തുടച്ചു കഴിഞ്ഞാൽ തുരുമ്പും കാര്യങ്ങളൊക്കെ പോയി നല്ല ലൂബ്രിക്കേറ്റഡ് ആയി നമ്മുടെ ചെയിൻ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ബൈക്കിനും ഇതേപോലെ തന്നെ ഈ ഒരു ചെയിൻ ലൂബായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന സമയത്തും നമുക്ക് WD-40 ഉപയോഗിക്കാം. ആദ്യം തന്നെ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ, ഫുള്ളായിട്ടും സിലിണ്ടർ. നോബിന് ടൈറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു WD-40 സ്പ്രേ വൈറ്റ് സ്പ്രേ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ സ്പ്രേ ചെയ്ത് 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതായിരിക്കും. മൂന്നാമതായിട്ട് സ്റ്റൗവിൻ്റെ ബർണർ. ഇത് വൃത്തിയാക്കാൻ വേണ്ടി WD-40 ബർണറിൻ്റെ 2 വശവും നമ്മൾ സ്പ്രേ ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം ഒരു സ്റ്റീൽ ബ്രഷോ സ്റ്റീൽ സ്ക്രബ്ബറോ ഉപയോഗിച്ച് അത് നല്ല രീതിക്ക് ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുക. ഉരച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മളത് നന്നായി ഒന്നൊരു തുണി ഉപയോഗിച്ച് തുടച്ചു കൂടി കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ച് നോക്കാം. നല്ല രീതിക്ക് ഫ്ലെയിം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ബർണറിലെ അഴുക്കുകളൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അഞ്ചാമതായിട്ട് ടൈറ്റ് ആയിട്ടുള്ള സിബ് ലൂസാക്കി കിട്ടാൻ വേണ്ടി നമുക്ക് WD-40 യൂസ് ചെയ്യാം. ഈ ഒരു ബാഗിൻ്റെ സിബ് ഇവിടെ എത്തുമ്പോൾ ഒരു സ്റ്റക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ WD-40 ഫുള്ളായിട്ടും സിബ് അടച്ചു വെച്ച ശേഷം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു. 10 മിനിറ്റിന് ശേഷം അതിൻ്റെ ചുറ്റും അധികമായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴും തുണി കൊണ്ടൊന്ന് തുടച്ച് കളയാം. അതിനുശേഷം സിബ് നമ്മളൊന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, സിബ് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് എന്തോരം ഉപയോഗങ്ങളാണല്ലേ. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് ഉപയോഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിൽ നമുക്ക് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഈർപ്പം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വാതിലിൻ്റെ ഇടയിൽ വരുന്ന സൗണ്ടുകൾ, ടൈറ്റ്, തുരുമ്പ് കാര്യങ്ങൾ, അഴുക്കുകളൊക്കെ കളയാനായിട്ട്, പാർട്സുകളൊക്കെ ഓരോന്നിനൊക്കെ ടൈറ്റ് ഉണ്ടെങ്കിൽ അത് ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട്,
അത് നമുക്ക് മെറ്റലിലും ക്രോമിലും സ്റ്റീലും അലുമിനിയത്തിലൊക്കെ സേഫായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഓൾ ഇൻ വൺ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും 400 രൂപയിൽ താഴെയാണ് വരുന്നുള്ളൂ ആമസോണിൽ. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ്സിൽ പറയാം. അതോടൊപ്പം തന്നെ WD-40 കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആദ്യം ക്ലീൻ ചെയ്യുക എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.